ഹലോ. ആ, ഞാൻ ഇങ്ങനെ ആലോചിക്കാം, നീ എന്താ വിളിക്കാതെ. വിളിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ലാന്ന് തോന്നിയോണ്ടല്ലോ വിളിച്ചത് നീ. എന്ത് പറ്റി? ഏഹ് അതെന്താ? ഒന്നുമില്ല. ഇന്നലെ രാത്രി എനിക്ക് നടു കൊടുക്കാൻ വയ്യ. ഇന്നലെ രാത്രി ഇത്ര തീരുമാനോ? അല്ല, ഉം. നീയല്ലേ പറഞ്ഞ അയാളെ കൊണ്ടിരിഞ്ഞു നോക്കലില്ലാന്ന്. അയാൾക്ക് ഓരോ ദിവസവും ഓരോ മൂടാ. അതെ. എന്നിട്ട് ഇന്നലെ നല്ല മൂഡ് വന്നു. ഇന്നലെ നല്ല മൂടായപ്പോ ഇക്ക നല്ല പണിയും തുടങ്ങി. അപ്പൊ എന്നിട്ട് ഇങ്ങോട്ട് വരൂലേ? അതുകൊണ്ട് ഇന്ന് വരണ്ടാന്ന് ചോദിച്ചു. എനിക്ക് പത്തിന് നല്ല ക്ഷീണം. നീ ഇന്ന് വാടോ. അല്ല, വരാൻ പറ്റുന്ന സമയം ഞാൻ വരയില്ലേ. എടാ, അതല്ല, നീ ഇന്ന് വരുന്ന വെച്ചിട്ട് ഞാനെല്ലാം സെറ്റപ്പെല്ലാം റെഡിയാക്കി ഇങ്ങനെ കാത്തിരിക്കലാണ്, നിന്റെ വിളിയും പ്രതീക്ഷിച്ചിട്ട്. ഞാൻ അതുകൊണ്ട് തന്നെ വിളിക്കാണ്ട് നീ. എന്നെ വിളിച്ചിട്ടും കാര്യമില്ലാന്ന് എനക്കെന്നെ തോന്നി. ഏ, ഉം. അതൊരു മോശം പരിപാടി പോയല്ലോ. ഞാനറിയില്ലല്ലോ എല്ലാം ഇങ്ങനെ വേഗി ഇതാക്കുന്നത്. നല്ലോണം പോയി. ഇക്ക നല്ലോണം പൂച്ചി. കൊറേ ദിവസമായി ഒന്നും ഇല്ലാത്തത്. അതുകൊണ്ടായിരിക്കും. അണക്കെട്ട് തുറന്നോട്ട് വരികയാണോ? അണക്കെട്ടെല്ലാം മോനെ അതിലും മേലെ. ഇനി ഇന്നലെ എനിക്ക് തന്നെ വന്നു. അത് ഇനി എനിക്ക് പൂശണം വിചാരിച്ചാലും കഴിയൂല ട്ടാ. എനിക്ക് തീരെ പറ്റുന്നില്ല. ഇനി നമുക്ക് വേറെന്തെങ്കിലും ഒരു കളി കളിച്ചാലോ? എന്ത് കളി? നല്ല പ്രശ്നമില്ല, ആഗ്രഹിച്ചു പോയില്ലേ? ഒരു ക്ലിയർ തോന്നുന്നുണ്ട് കേട്ടാ. അതെയാ, അതായത് ഇപ്പൊ ഞാന് ഷോപ്പിന്റെ ഉള്ളിലാണ്. അതായത് എനിക്ക് നടുവിനല്ലേ പ്രശ്നം. നടുവ് പ്രശ്നമായാലും പറ്റുമോ ഇത്? അല്ല, നമുക്ക് വേറെ കളി കളിച്ചാലോ? വേറെ എന്ത് കളി? നീ എന്തെങ്കിലും മറ്റേ എനക്ക് പറ്റാത്തതായിരിക്കും. അല്ല, നടുവിനെ കൊണ്ട് തന്നെ വേണമെന്നില്ലല്ലോ. വേറെ എന്തെല്ലാം കളിയുണ്ട് എനിക്കറിയില്ലേ. എന്നാ ഒരു കളി പറ. അതിനിപ്പോ ഞാൻ ഇതിലൂടെ പറയണം? നീ വന്നിട്ട് നമുക്ക് കളി തുടങ്ങിയാൽ പോരെ? എനിക്കിന്ന് വരാൻ പറ്റൂലെന്ന് പറഞ്ഞില്ലേ, അതില് ഇരിക്കുന്നു. അതുകൊണ്ടല്ല, എല്ലാം എന്തായാലും ഇങ്ങോട്ട് വാ. നമുക്ക് കളി നമുക്ക് എങ്ങനെ വേണമെന്ന് വന്നിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. ചിലപ്പോ അവിടെ എനിക്ക് ക്ഷീണമൊന്നും ഉണ്ടാവില്ല. ഞാനിവിടെ ക്ഷീണിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ടേ ഉള്ളത്. കാലമാണ് അങ്ങനെ കളിച്ചു കളഞ്ഞ. അതെന്തൊരു കളി! ഞാൻ വരെ വിചാരിക്കണ്ടാണ് ഇന്നലെ കളിച്ചത്. എനിക്ക് നിനക്ക് പറ്റൂല, നമുക്ക് വയ്യ എന്തെങ്കിലും പറഞ്ഞുകൂടായിരുന്നില്ലേ? വയ്യാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് കൊറേ ദിവസമായി ഇങ്ങനെ ഒന്നുമില്ലാണ്ട് നിൽക്കുന്നു. അപ്പൊ വിശപ്പ് തീർക്കാൻ കിട്ടിയ അവസരല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ച് ഇന്ന് നിന്റെ ഒന്നിച്ച് വരാന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷെ അയാള് പണി പറ്റിച്ച്. ഇന്നലെ നന്നായിട്ട് വിശപ്പ് രണ്ടാളും അങ്ങ് തീർത്തല്ലേ? ഞാൻ തീർത്തൊന്നും പറയാൻ പറ്റൂല. നിന്റെ വിശപ്പ് തീർന്നില്ലേ? ഇക്കാന്റെ വിശപ്പ് തീർന്നു. അത് അല്ലേ പറഞ്ഞ, നിന്റെ വിശപ്പ് ഞാൻ മാറ്റിത്തരാം, ഇങ്ങോട്ട് പോ. ഞാനങ്ങ് വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ്. എനിക്ക് വിശപ്പ് മാറിയിട്ടില്ലെങ്കിലും എന്റെ നടു എടുക്കാൻ പറ്റുന്നില്ല. ശരീരം ഒട്ടാകെ വേദന. എന്റെ വിശപ്പ് മാറണമെന്നില്ലല്ലോ. അതിന് മാത്രം എന്നാ ചെയ്ത്? ഇപ്പൊ നിന്നോട് എങ്ങനെ ഞാൻ പറയാ? നീ പറഞ്ഞാലല്ലേ എനിക്കും അറിയുള്ളൂ. അതെ, വിശപ്പും മാറിയില്ല, എന്നാ നിന്റെ നടുവും പോയി. അതെന്ത് കളി? അങ്ങനെ വിശപ്പ് മാറി. അന്റെ മാറിയിട്ടില്ല എന്നല്ലേ ഉള്ളൂ. അന്ന മറ്റേ ഇങ്ങനെ തീഞ്ഞിട്ട പോലെയാക്കി. എന്തായാലും നീ ചിലപ്പോ അവിടുന്ന് വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോ ശരി, അവർ കൂലിയൊക്കെ കഴിഞ്ഞാൽ വൃത്തിയിലൊന്നും ഇങ്ങോട്ട് പോവാം. രാവിലെ ഞാൻ കുളിച്ചതാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നോക്കുമ്പോ എനക്കെന്നെ എന്നെ ഇതാകുന്നില്ല. അപ്പൊ ഞാൻ കുളിച്ച് റെഡി. നിന്റെ ഒന്നിച്ച് വരാൻ പറ്റൂലെന്നില്ലേ?
അതുകൊണ്ടുള്ള പരിപാടിയൊന്നും വേണ്ടോ? നമുക്ക് ഇവിടെ വന്നിട്ട് വേറെ എന്തൊക്കെ പരിപാടി ഉണ്ട് അതൊന്നും എനിക്കറിയുന്നല്ലേ. എനക്കറിയുന്ന തന്നെ, നീ അതിലും വലുതല്ലേ. അങ്ങനെ ഒന്നും ബുദ്ധിമുട്ടിപ്പിക്കൂല. നീ വന്നാല് നമുക്ക് നടുവില്ലാതൊരു കളി കളിക്കാനുള്ളൊരു മൂഡിൽ നിൽക്കാൻ ഞാൻ. ഒരു ദിവസം കളിക്കാനായിരിക്കാൻ പറ്റുമോ? ദിവസം നീ കളിക്കണ്ട, ഞാൻ കളിച്ചോളൂ. നീ വന്നാ മതി. നീ ചുമ്മാ കളി കാണാൻ വേണ്ടി ഞാൻ നിന്നാ മതി. നിന്ന് തന്നാ മതി, ബാക്കിയൊക്കെ ഞാൻ ശരിയാക്കും. നാളെ ഇങ്ങനെ നിർബന്ധിച്ചിട്ട് ഞാനെന്നാ ചെയ്യാ? നീ എന്നെ പറഞ്ഞ് കൊതിപ്പിച്ചാ പിന്നെ ഞാനെന്നാ ചെയ്യാ? ഞാൻ ഇങ്ങനെ വിശന്ന് വലഞ്ഞിരിക്കുമ്പോഴല്ലേ നീ വിളിച്ചിട്ട് വരാൻ പറ്റില്ല. അല്ല, ഞാൻ നിന്നെ കൊതിപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ. ഞാൻ വരുന്നെന്ന് പറഞ്ഞിനാ. അത് ശരി. പിന്നെ നീ കുഞ്ഞാത്തെ വിളിച്ച് ഞാൻ എന്തായാലും മറ്റന്നാൾ വരും പറഞ്ഞപ്പോ അല്ലേ ഞാൻ റെഡിയാകുന്നെ. പെട്ടെന്ന് വിളിച്ചിട്ട് വരൂല പറഞ്ഞാല് ഞാൻ പിന്നെ ഇതെവിടെയാ കൊണ്ട് കളയാ? ഇയാളിങ്ങനെ പണിയെടുക്കുന്ന ഞാനറിയില്ല. ആട് പിന്നെ നിന്റെ അത്രയുള്ളത് എനിക്കറിയില്ല. ഇതെപ്പോ വരുവാ പോവാന്നല്ലോ, അതെല്ലാം നോക്കി നിൽക്കണ്ടേ. അപ്പൊ പിന്നെ ഞാന് നാളെ വരാം. എടി നാളേക്ക് വെക്കലടി. ഞാനിന്ന് ഞാൻ പറഞ്ഞില്ല അതിന്റെ നീ വരുന്നെന്ന് പറയുമ്പോ ഞാനിവിടെ എന്തൊക്കെ തയ്യാറെടുപ്പാക്കണം പറയാം. അതൊക്കെ ആക്കി റെഡിയാക്കിയിട്ടില്ല. നീ അതെങ്ങനെയെങ്കിലും ശരിയാക്കും നിന്റെ തന്നാല്. നാളെ നല്ല കുട്ടിയത് ഇങ്ങോട്ട് പോവാ. നമുക്ക് ഒരു പെട്ടെന്ന് പോവാ. പെട്ടെന്ന് അങ്ങ് പോവാം. പെട്ടെന്നായാലും കുറച്ച് ലേറ്റ് ആയിട്ടായാലും എനക്ക് പറ്റണ്ടേ? തീരെ വയ്യ. തീരെ വയ്യാ. നിങ്ങളുടെ മറ്റേ കളരി പോയാ വയസ്സായാലും മാത്രമേ ക്ഷീണം ഉണ്ടാവും? അല്ല, ഇതൊക്കെ എന്ത് നീ നീ കണ്ടിനാ ഈ കരിമ്പ് ഇതിന്റെ ഉള്ളിലോട്ട് പോയിട്ട് ഇതായിട്ട് വരുന്നുണ്ട് ഞാൻ. അതുമാതിരിയാ ഞാനുള്ളത്. കരിമ്പ് ഇങ്ങനെ മിഷനിൽ കയറ്റി ജ്യൂസ് അടിക്കുമ്പോ ഒരുപാട് വെള്ളം ആയിട്ട് പുറത്തേക്ക് വരുമല്ലോ. അപ്പൊ അങ്ങനെ വന്നു മൊത്തത്തിൽ. അതുമാതിരി തന്നെയാ ഉള്ളത്. ഇനി എനിക്ക് ജ്യൂസ് അടിക്കാനൊന്നുമില്ല. ഇനി അപ്പൊ നാളെ വരുന്നതാണ് എനക്ക് നിൽക്കും നല്ലത്. കുടിക്കോ കളയോ ഒന്നും ചെയ്യട്ടെ. കുടിപ്പിച്ചിട്ടില്ല. എനക്ക് ബോധം തന്നെ ഇല്ല അതുപോലെ. പിന്നെ ഇങ്ങോട്ട് വന്ന് എനിക്ക് ഇവിടുന്ന് ജ്യൂസ് തരാം. ഞാൻ നാളെ വരാന്ന് പറഞ്ഞില്ലേ? നാളെ വരണ്ടടി, ഇന്ന് പാടി ഞാൻ പറഞ്ഞില്ലേ. ഷോപ്പിൽ ഇന്ന് എനിക്ക് പുറത്തിറങ്ങാൻ വരെ പറ്റൂല. നീ ഇങ്ങോട്ട് വരാനാ? ഇങ്ങോട്ടൊന്നും വരണ്ട. ഇങ്ങോട്ടൊന്നും വരാൻ പറ്റൂല. ഒരു ദിവസമല്ലേ? നാളെ ഞാൻ ഉറപ്പായിട്ടും വരും. ഒരു ദിവസമല്ലേന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലാകാനിട്ടാ. ഇത്രയും ദിവസം ഞാൻ കാത്തു നിന്നു. ഞാൻ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ടാണ്. നീ വന്ന കാര്യം എനിക്കറിയില്ല എങ്ങനെയാക്കണമെന്നുള്ളത്. നിന്നെ കൊണ്ട് തോറ്റല്ല, കാര്യമില്ലാന്ന്. പിന്നൊരു കാര്യം നാളേക്ക് മാറ്റല്ലേ? നാളെ വരെ കാത്തിക്കട്ടെ. ഞാൻ അല്ല, ഒരു കാര്യം, നാളെ വരെ കാത്തിക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ രാത്രി ഞാൻ നോക്കട്ടെ കേട്ടാ. അതെന്താ ഇന്നും അങ്ങേര് വേറെ പരിപാടി ഉണ്ടോ? ഒന്നും പറയാൻ പറ്റൂല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് വരാം രാത്രി. നീ ഇങ്ങോട്ട് വരണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? കളി കാണാലോ.
അതെങ്ങനാ? ആ ജനല് തുറന്നിട്ടാ മതി, ഞാൻ നോക്കിയിട്ട് പോയിക്കോളൂ. ആ എന്താ നോക്കിയിട്ടെന്താ വേണ്ടത്?